തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ് കൂടി ചെറിയ രീതിയിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. രണ്ടും നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്കെടുത്ത് മാറ്റി വയ്ക്കുക. അതായത് ഇത് ഏറ്റവും മാക്സിമം ചെറുതാക്കി നിങ്ങൾ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കല്ലേ, എന്നാൽ അതൊരു ജ്യൂസൊക്കെ ആയിപ്പോവും. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ല മറ്റൊരു ബൗളിലോട്ട് വെള്ളമില്ലാതെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൗളിലോട്ട് തന്നെ ഈ വെള്ളമില്ലാതെ നമുക്കിതിനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ച് സ്പ്രിംഗ് ഒണിയനാണ് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒരു പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിനി ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്, നല്ല ടേസ്റ്റുമാണ്. തയ്യാറാക്കി എന്തായാലും നോക്കണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്